നല്ല ചൂടുള്ള സമയത്ത് പാലക്കാട് പോയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പോയൊരു ദിവസത്തെക്കുറിച്ചാണെന്ന് പറയാനുള്ളത്. പാലക്കാട് ട്രിപ്പായിട്ട് പോയതൊന്നല്ല, വാല്യുവേഷൻ ഉണ്ടായിരുന്നു, 6th സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ. എല്ലാ തവണ വാല്യുവേഷൻ വരുന്ന സമയത്തും പാലക്കാട് കോളേജിലേക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വാല്യുവേഷന് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും എൻ്റെ ഊഴാണ്. അങ്ങനെ ഞാൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. പെരിന്തൽമണ്ണ വരെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് KSRTC ബസ്സിലാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഗിരിയേട്ടനും ഉണ്ട്. ഗിരിയേട്ടന് ഇന്ന് ലീവായതുകൊണ്ട് ഗിരിയേട്ടനും എൻ്റെ കൂടെ തന്നെ പോരുകയാണ്. പിന്നെ അതുപോലെ നാളെ മൂപ്പർ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എത്തണം എന്നുള്ളതാണ് ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞങ്ങൾ തലേന്നേ പോയി. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു ഇരുട്ടാവുന്ന സമയത്തോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ടൗണിലാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് രണ്ടുപേർക്കും നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ സമാധാനത്തോടെ അവിടെ എത്താനായിട്ട് പറ്റി. പിന്നെ ഒരു 7-7:30 സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ബിരിയാണീൻ്റെ അവസ്ഥ അറിയാലോ. ഏകദേശം ഒക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാനായി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് വാല്യുവേഷന് വേണ്ടിയിട്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കോളേജിലെത്തി. മേഴ്സി കോളേജിലാണ് വാല്യുവേഷൻ ഉണ്ടായിരുന്നത്. മേഴ്സി കോളേജിലെത്തി അവിടെ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. കാരണം ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ സൈഡാണ്, ക്ലാസ് റൂമും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ കുറച്ച് സമയമാകുമ്പോഴത്തേക്കും എത്തിക്കോളാമെന്ന് പറഞ്ഞു. ഗിരിയേട്ടൻ എന്തായാലും താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് റൂമിൽ കയറി ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ ക്ലാസ് റൂം. ഇവിടെയായിരുന്നു ഞങ്ങൾ വാല്യുവേഷന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാട് ഫോർട്ടിലേക്ക് പോയി. അവിടെ ഭയങ്കര ചൂടാണ്, അറിയാലോ. പാലക്കാട് ആയതുകൊണ്ട് തന്നെ വെയിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വെയിൽ അവിടെ ഫീൽ ചെയ്തില്ല. ചൂടും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് വന്നവരുണ്ട്. അവരൊക്കെ കുട്ടികളുടെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ ഐ ലവ് വാടിക എന്ന് എഴുതിയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ദേ ആ കാണുന്നതാണ് പാലക്കാട് ഫോർട്ട്. ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു മനക്കെട്ടി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഈ പാർക്കിൽ തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒന്ന് വെയിലാറുന്ന വരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഇരുന്നത്. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ.